RRMൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കുട്ടികൾക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഇംഗ്ലീഷിലെ 2 വാക്കുകളെക്കുറിച്ച് നമുക്ക് പഠിച്ചാലോ? അതും കവിതാരൂപത്തിൽ. കുട്ടികളുടെ അമ്മമാർ കുറച്ച് ആക്റ്റീവാണെങ്കിൽ, ടീച്ചർമാർ വളരെയധികം ആക്റ്റീവാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ കുട്ടികളിത് പഠിച്ചെടുക്കും. ചെറുപ്പത്തിലെ അവർക്ക് യാതൊരു കൺഫ്യൂഷനും ഈ വാക്കുകളിൽ ഉണ്ടാകുന്നതല്ല. എന്താണ് ഈ വാക്കുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ 2 വാക്കുകളിലെയും അക്ഷരങ്ങൾ ഒന്നു തന്നെയാണ്. അതിന് സ്ഥാനവ്യത്യാസം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആ വാക്കുകളിലേക്കൊന്ന് പോയാലോ? കവിതാ രൂപത്തിലാണ് വാക്കുകൾ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. ഹൗവേലെച്ചാദ്യമോ നടുവിൽ, ഹൗവേലെച്ചാദ്യമോ നടുവിൽ, പിന്നിലൊട്ടി ഡബ്ല്യു. ഹൗ ഹൗ ഹൗ, എങ്ങനെ എങ്ങനെ എങ്ങനെ. ഹൗവേലെച്ചാദ്യമോ നടുവിൽ, പിന്നിലൊട്ടി ഡബ്ല്യു. ഹൗ ഹൗ ഹൗ, എങ്ങനെ എങ്ങനെ എങ്ങനെ. വാക്കേതാന്ന് മനസ്സിലായല്ലോ? HOW, ഹൗ എന്ന വാക്കാണ്. ഓക്കെ, അപ്പോൾ എന്താ അതിൽ പറയണത്? ഹൗ എന്ന വാക്കിൽ H ആദ്യം, O നടുവിൽ, പിന്നിൽ ഒട്ടിയിട്ട് W, അതായത് HOW ആണ് ഹൗ. ഇത് പലർക്കും അറിയില്ല. 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ ഇത് ഇപ്പോഴും തെറ്റിക്കുന്നവരുണ്ട്. ഇത് ഇങ്ങനെ പഠിച്ചാൽ ഹൗ എന്ന പ്രൊനൗൺസിയേഷൻ, ഹൗ എന്ന വാക്കിൻ്റെ സ്പെല്ലിങ്, അതിൻ്റെ തന്നെ മീനിങ്, ഇത് 3ഉം പഠിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത വാക്ക്. ഹൂവേലെച്ച നടുവിൽ ഒടുവിൽ ഓയും, മുന്നിലെത്തി ഡബ്ല്യു. ഹു ഹു ഹു, ആര് ആര് ആര്. ഈ വാക്ക് മനസ്സിലായല്ലോ? ഹു, WHO. കണ്ടോ, 2 വാക്കുകളും തമ്മിൽ സ്ഥാനവ്യത്യാസം മാത്രമേ ഉള്ളൂ സ്പെല്ലിങ്ങുകളിൽ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ തീരെ കിട്ടാത്ത കുട്ടികളെ ഈ രീതിയിലൊന്ന് പഠിപ്പിച്ച് നോക്കിയാൽ നന്നായിരിക്കും. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണേ. അപ്പോൾ നമുക്ക് 2ഉം കൂടെ ഒന്നുകൂടെ ഒന്നിച്ച് കേട്ടാലോ? ഹൗവേലെച്ചാദ്യമോ നടുവിൽ, പിന്നിലൊട്ടി ഡബ്ല്യു. ഹൗ ഹൗ ഹൗ, എങ്ങനെ എങ്ങനെ എങ്ങനെ. ഹൂവേലെച്ച നടുവിൽ ഒടുവിൽ ഓയും, മുന്നിലെത്തി ഡബ്ല്യു. ഹു ഹു ഹു, ആര് ആര് ആര്. അപ്പോൾ എല്ലാവരും പഠിക്കുമല്ലോ. ഇനി ഈ വാക്കുകൾ ഉപയോഗിച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് ആവശ്യമുള്ളവർക്കായി കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചാലോ? കേട്ടോളൂ. How do we overcome this? How do we overcome this? എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഇതെങ്ങനെ മറികടക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ? How do we overcome this? അടുത്ത ചോദ്യം, How can I go there? എന്താ ചോദിച്ചേ? How can I go there? എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ അവിടെ പോകും, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ അവിടെ പോകാൻ കഴിയും എന്നാണ്. അടുത്ത ചോദ്യം, ഹൗ ഡെയർ യു ആർ ടു ടോക്ക് ടു മീ ലൈക്ക് ദിസ്. എന്താ ചോദിച്ചത്? ഹൗ ഡെയർ യു ആർ ടു ടോക്ക് ടു മീ ലൈക്ക് ദിസ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു. ഇനി ഹു എന്ന വാക്ക് ഉപയോഗിച്ചു കൊണ്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇത് കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ്. നിങ്ങൾ കൂടുതലായി സ്വയം പ്രാക്ടീസ് ചെയ്യുക. ചോദ്യങ്ങൾ. ഹു ഹാഡ് ഗോൺ വിത്ത് ആൻഡ്രിയ. ആൻഡ്രിയയുടെ കൂടെ ആരാ പോയിരിക്കണേ? രണ്ടാമത്തെ ചോദ്യം, ഹു കേം യെസ്റ്റർഡേ. ഇന്നലെ ആരാ വന്നേ, അല്ലെങ്കിൽ ആരാ ഇന്നലെ വന്നേ? അടുത്തത്, ഹു ഗിവ് യു പെർമിഷൻ ടു ലീവ് ദ ക്ലാസ്. ക്ലാസ്സിൽ നിന്നും പോകാൻ നിനക്ക് ആരാ പെർമിഷൻ തന്നേ? ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക.
ഹൂ എന്ന വാക്ക് ഒരു ചോദ്യത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഹൂ എന്ന വാക്ക് ഒരു വാചകത്തിൻ്റെ ഇടയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ നോക്കാം. ലീല ഈസ് ദ വൺ ഹൂ വാണ്ട്സ് ടു റൺ. ഐ നോ ഹൂ യുവർ ബെസ്റ്റ് ടീച്ചർ ഈസ്. കൃപ ഈസ് എ ഡോക്ടർ ഹൂ ലിവ്സ് ഇൻ ട്രിച്ചൂർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് വളരെ പ്രയോജനകരമാകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.